ഞാനാണെങ്കിൽ ഇല്ലീഗലായിട്ട് ജനിച്ചാണ്. നേരത്തെ എൻ്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലീഗലായിട്ട് ജനിച്ചാണ്. ഉമ്മ ഒരു പ്രണയത്തിലൂടെ പഴച്ചു വരുന്നതാണ് എന്നെ. എൻ്റെ വീട്ടിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവാണ്. ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇക്ക കയറി വരികയും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹളാവുകയും ചെയ്തു. അന്ന് അവൻ ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത്. അവൻ ആ കിടന്നുകൊണ്ടിരിക്കുന്ന ആ കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് വന്നിട്ട് 4-5 ചവിട്ട് എൻ്റെ നെഞ്ചത്തും പുറത്തുമായിട്ട് അവൻ ഈ യൂട്യൂബിൽ ആദിത്യ വ്ളോഗ്സ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ചെറിയ ചാനലാണ്. കഴിഞ്ഞ ദിവസം തന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആദിത്യ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദിത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അവന് വാപ്പയില്ലെന്ന് പറഞ്ഞാൽ ആദിത്യയുടെ ഉമ്മാക്ക് ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ മകനാണ് ഇവൻ. ഉമ്മ ആദ്യം വേറെ കല്യാണം കഴിച്ചതായിരുന്നു. ആ ബന്ധത്തിൽ 3 മക്കളുണ്ടായിരുന്നു. ഒരു കുട്ടി മരിച്ചുപോയി. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് തിരിഞ്ഞു നോക്കാത്ത സമയത്താണെന്ന് തോന്നുന്നു ഉമ്മാക്ക് പണക്കാരനായിട്ടുള്ള ഒരാളുമായി പ്രണയബന്ധം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ ഗർഭിണിയായതോടെ അയാളെ നൈസായിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. വേറെ കല്യാണമൊക്കെ കഴിച്ചു. അങ്ങനെ ചെറുപ്പം തൊട്ടേ വാപ്പയില്ലാതെ വളരേണ്ടി വന്ന ഒരാളാണ് ആദിത്യ. വാപ്പയില്ലാതെ വളരേണ്ടി വന്നതെന്ന് മാത്രമല്ല, ഉമ്മാക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകനായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നു. ഉമ്മാനെ ഉപേക്ഷിച്ച് പോയ ആദ്യ ഭർത്താവ് പിന്നീട് തിരിച്ചു വന്ന സമയത്ത് ഉമ്മാനെയും അയാളുടെ മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ആദിത്യയെ വീട്ടിനുള്ളിൽ പൂട്ടിയിടുമായിരുന്നത്ര. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് മാറ്റി നിർത്തും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അനിത്യയുടെ മകനാണെന്നോ മറ്റോ പറയുമായിരുന്നത്ര. ഉമ്മയുടെ ആദ്യ ബന്ധത്തിലുള്ള ഒരു മകനുണ്ട്. ബന്ധം നോക്കുമ്പോൾ ആദിത്യയുടെ ജ്യേഷ്ഠനാണ്. പക്ഷേ ഈ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയുമായിരുന്നത്രേ ആദിത്യനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. നമുക്ക് ആദിത്യയുടെ വാക്കുകളിലൂടെ തന്നെ അവന്റെ ജീവിതം ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്ന ആളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ചേട്ടൻ അനിയൻ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇതൊരിക്കലും പുറലോകത്ത് ഞാനോ അവരോ അറിയിച്ചിരുന്നില്ല. ഞങ്ങൾ 2 തന്തയുടെ മക്കളാണെന്ന് പലർക്കും അറിയില്ല. വീട്ടിൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് വീടിൻ്റെ ഗതി മൊത്തത്തിൽ അങ്ങ് മാറുന്നത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. പേര് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അവർ പേര് മെൻഷൻ ചെയ്യേണ്ട കാര്യം, പേരെന്തായാലും ഞാൻ എൻ്റെ ചേട്ടൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ചേട്ടൻ കല്യാണം കഴിഞ്ഞ് വന്ന് ആ സമയത്ത് ഈ പുള്ളിക്കാരോട് ചേട്ടൻ പറഞ്ഞു, ഞാനിവരെ എന്താ പറയുക, ഞാൻ ഒരു സ്വന്തം ബ്രദറല്ല, വേറെ തന്തയിലുണ്ടായെന്ന് പറഞ്ഞു. അന്ന് മുതലേ ആ ചേട്ടൻ്റെ ഭാര്യ ആ ഒരു രീതിയിൽ എന്നോട് പെരുമാറുകയും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ നിരന്തരം, നീ എന്തിനാ അവിടെ നിൽക്കുന്ന, നീ ഇവരെ തന്തയുടെ മകനല്ല, നീ ഇറങ്ങിപ്പോ, നീ ഇവർ താളല്ല എന്നുള്ള നിരന്തരം അവരെന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഞാൻ നാട്ടുകാരെ മുന്നിൽ ചിരിച്ചു, എല്ലാവരും മുന്നിൽ ചിരിച്ച് കളിച്ച് നിന്നു. എനിക്ക് ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു ടൈം വരുമ്പം ഇവരെന്നെ പുറത്താക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ അമ്മയാണെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിനാണ് എപ്പോഴും ജീവിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 3 മക്കളെക്കുറിച്ചും അവർ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ കാര്യം പറയുന്നില്ല. അപ്പോൾ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ആൾ കുറേ, അതായത് കൊച്ചിലെ അങ്ങനെ ആയി ഞാൻ യാദൃശ്ചികമായിട്ട് അവരുടെ ലൈഫിലോട്ട് വന്നു. അതിൽ ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനാണോ തെറ്റിയത്? എന്നോട് കൊച്ചിലെ മുതൽ വെറുപ്പാണ്. അത് കഴിഞ്ഞ് വലുതായപ്പോൾ ഞാൻ കുറേ വലുതാകുമ്പോൾ ആ ഒരു വെറുപ്പിൻ്റെ ഇതൊക്കെ മാറി ഒരു അനിയനുള്ള സ്നേഹം എന്നോട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. എൻ്റെ വീട്ടിൽ ഒരു ദിവസം നൈറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് ചേട്ടൻ പറയാണ്, ഒരു നാശത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, ഇത് തന്നെ ഈ നാണക്കേടാണ്, ഒരു നാശത്തിന് ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഉറങ്ങി കിടക്കുന്ന എൻ്റെ ദേഹത്ത് കാലുകൊണ്ട് ചവിട്ടിയിട്ട് പറയാണ്, ഒരു നാശത്തിന് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, അങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ സംസാരിച്ചു. അന്നെനിക്ക് മനസ്സിലായി ഒരിക്കലും അവനക്ക് ഒരു അനിയനായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നെനിക്ക് വല്ലാതെ ഒരു അവസ്ഥ തന്നെ അല്ലേ. ചെറുപ്പം തൊട്ടേ തന്തയില്ലാത്തവൻ എന്ന വിളി കേൾക്കേണ്ടി വരിക, സ്വന്തം വീട്ടിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെടുക, ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതോടുകൂടി ആദിത്യയുടെ ജീവിതം കൂടുതൽ ദുരിതമായി. ഇവൻ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാനായിരുന്നു ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പ്ലാൻ എന്നാണ് ആദിത്യ പറയുന്നത്. അതിനുവേണ്ടി അവർ ഗൂഢോത്രം വരെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആദിത്യ ഗൾഫിലൊക്കെ പോയി കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നതിന് ശേഷം ഒരു നിക്കാഹൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ബന്ധം തകർച്ചയുടെ വക്കിലെത്തി. അതിന് പിന്നിൽ കളിച്ചതും ജ്യേഷ്ഠന്റെ ഭാര്യയാണെന്നാണ് ആദിത്യ പറയുന്നത്. സംഭവത്തെ കുറിച്ച് പറയുന്നു കേട്ടോക്കാം. അതായത് ഞാൻ നിക്കാഹ് കഴിച്ച പെൺകുച്ച് അവളെ വീട്ടിൽ പോയപ്പം അവർ പറഞ്ഞു തന്തയുടെ സ്ഥാനത്ത് ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. അവിടെ എനിക്ക് ഭയങ്കര ഷോക്കായിട്ടുള്ള സംഭവമുണ്ട്. അതായത് തന്തയുടെ സ്ഥാനത്ത് ഒരാൾ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ നിന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ നശിച്ചു കാണുന്ന ആഗ്രഹിച്ച അവനാണ്. അവനും അവൻ്റെ ഭാര്യയും കൂടി വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് എങ്ങനെ എന്നെ അവിടുന്ന് പുറത്താക്കി ഓടിക്കാം, എങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലാതാക്കാമെന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണിനോട് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, ഇവൻ വേറെ തന്തയുടെ മകനാണ്, ഇവനിക്കുള്ളതല്ല, ഈ വീടൊന്നും ഇവനിക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ പാര വെച്ച് അവളെ വീട്ടിലോട്ട് അയച്ചു. അപ്പോൾ അവർ ഒരുപാട് നാൾ ആലോചിച്ച് തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് ചെയ്തൊരു സംഭവമാണത്. അതൊക്കെ ഞാൻ വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. ആ സമയത്ത് ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടാ എൻ്റെ തന്തയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന വിളിച്ചിട്ട് അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല എന്നുള്ളതല്ല, അവന് ഒരു രീതിയിൽ മൈൻഡേ ചെയ്തില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷ അളിയനിലായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു. അയാൾ കൊച്ചിലെ മുതൽ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഉടുപ്പുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണ് കൊണ്ടു തരുമായിരുന്നു. അപ്പോൾ അയാളോട് എനിക്കൊരു അപ്പൻ എന്ന് പറയുന്നൊരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചേച്ചി തമ്മിൽ ഏകദേശം 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു തന്തയുടെ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങേര് പോലും ആ സമയത്ത് തന്നെ കൈവിട്ടു. എല്ലാവരും ടോട്ടലി എല്ലാവരും കൈവിട്ടു. ഞാൻ ആദ്യം മുതലേ അപ്പനില്ല,
അമ്മയാണെങ്കിൽ അവരിഷ്ടം നോക്കി പോകുന്നു, പിന്നെ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ, ചേച്ചി മാത്രമേ എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുടുംബമൊക്കെ ആയാൽ എൻ്റെ വർഷങ്ങളുള്ള ആഗ്രഹമായിരുന്നു, കൊച്ചിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു. എനിക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവന് കൊടുക്കണം, ഒരു അപ്പൻ്റെ സ്നേഹം കൊടുക്കണം, വാത്സല്യം കൊടുക്കണം, ഒരു നല്ലൊരു പവറായിട്ട് അവനെ വളർത്തണം എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ നേരത്തെ ഒരു 10, 18, 19, 20 വയസ്സിൽ ഞാൻ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ നിക്കാഹ് കഴിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു സ്വപ്നങ്ങളും ആ ഒരു പ്രതീക്ഷകളും അവരാ സ്വത്തിന് വേണ്ടി, ആ വീടിന് വേണ്ടി അവരത് ഇല്ലാതാക്കി. അതാണ്, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട അവസാനം ആദിത്യ നാട് വിടുകയായിരുന്നു. സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടു, സ്വന്തം മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും തന്നെ കൂടെയില്ല. അതോടെ സ്വന്തം നാടും വീടും വിട്ട് അവൻ ഇറങ്ങി. അവന്റെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. പക്ഷെ ജ്യേഷ്ഠന്റെ ഭാര്യ തന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളോടും ക്ഷമിക്കാൻ ആദിത്യ തയ്യാറാണ്. പക്ഷെ അവർ ചെയ്ത ഒരു പ്രവൃത്തി അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. ആ അനുഭവത്തെ കുറിച്ച് അവൻ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കാം. ഇവളെ ഏത് രീതിയിൽ എന്നെ മെന്റലി തകർത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നായിരുന്നു ഇവളെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഇവള് പിന്നെ പോകെ ഇവള് വേറൊരു കാര്യം എടുത്തു. അതായത് നീ തന്തയുടെ മകനല്ലോ, നീ ഇവിടെ ഇറങ്ങിപ്പോ, നിനക്ക് ഇവിടെ എന്താ സ്ഥാനം, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിരന്തരം ടോർച്ചറായിരുന്നു. ഒരു ദിവസം ഇല്ലാതെ ഇവിടെ നിരന്തരം ടോർച്ചർ ചെയ്യായിരുന്നു. മെന്റൽ ടോർച്ചറിങ്, ഹറാസ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറിയ ചെറുക്കനാണ്, ഇവരൊക്കെ എത്ര പ്രായത്തിന് എഴുതാണ്. എന്നിട്ട് അവർ നിരന്തരം മെന്റൽ ടോർച്ചറിങ് ആ ലേഡി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവർക്ക് കുഞ്ഞുങ്ങളായിട്ട് 7-ാം മാസത്തിലാണ് ഇവർ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. 10 മാസം പോലും തികഞ്ഞില്ല. ആ കുഞ്ഞിന് ഒരു ട്യൂബിന്റെ ഉള്ളിലൊക്കെ ഇട്ടേച്ച് ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇവരെ 3 മക്കളെയും 3 മക്കളെ ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 മക്കളെയും എൻ്റെ ഈ നെഞ്ചത്തിട്ട് ഞാൻ താരാട്ട് പാടിയ എത്രയോ വർഷങ്ങളോളം ഞാൻ ഓർക്കുന്നത്. അവർക്ക് ഒരു 6-7 വയസ്സ് വരെ ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് വളർത്ത് കുഞ്ഞുങ്ങളാണ് അവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ ഒരു ദിവസം ഈ മൂത്ത കൊച്ചു എൻ്റെ മടി വന്നിരുന്ന സമയത്ത് ഇവള് പറയാ, അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത്, വല്ലതും ചെയ്യും, ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഞാൻ എൻ്റെ മാറത്ത് കിടന്ന് വളർന്ന കുഞ്ഞുങ്ങളോട് പറയാണ്, അന്യന്റെ മടിയിലൊന്നും പോയി ഇരിക്കരുത് എന്ന്. ആ കുഞ്ഞിനെ അവൾ ചെവി പിടിച്ച് എൻ്റെ മടിയിൽ ഇരുന്ന കുഞ്ഞിനെ എണീറ്റ് അവർ കൊണ്ടുപോയി. കാരണം അവർക്കറിയാം അത് മെന്റലി തകർക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു പെണ്ണുപിടി എന്നുള്ള രീതിയിൽ ആ കുഞ്ഞിനോട് പറഞ്ഞവൾ മനസ്സിലാക്കി ആ കുഞ്ഞുങ്ങളെല്ലാം എനിക്കും എൻ്റെ തള്ളയ്ക്കും എഗെയിൻസ്റ്റ് ആക്കിയ രീതിയിൽ അവൾ മാറ്റി. അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിന്റെ കൂടെ കീറിപ്പോയത്. കാരണം എൻ്റെ നെഞ്ചിൽ ഞാൻ താരാട്ട് പാടി ഉറക്കിയ കുട്ടികളാ ആ 3 പിള്ളേര്. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത സംഗതിയാണ് ഇതില്. അത്രയും കാലം എടുത്തു വളർത്തിയ മക്കളോട് അവന്റെ അടുത്തൊന്നും പോകണ്ട, വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരായാലും തളർന്നു പോകും. നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും മൂത്ത ആൺമക്കളൊക്കെ ഗൾഫിലായിരിക്കും. നാട്ടിലുള്ള അനിയന്മാരായിരിക്കും ജ്യേഷ്ഠന്മാരുടെ മക്കളെ എടുത്ത് കൊഞ്ചിച്ച് നടക്കുന്നത്. ഇവിടെ ആദിത്യവും അങ്ങനെ തന്നെയായിരുന്നു. ജ്യേഷ്ഠനും ഭാര്യയും തന്നോട് ചെയ്ത ക്രൂരതയുടെ പകയൊന്നും അവൻ അവരുടെ മക്കളോട് കാണിച്ചില്ല. അവൻ അവരെ എടുത്ത് കൊഞ്ചിച്ച് കൊണ്ടു നടന്നു. പക്ഷെ ഒടുവിൽ തിരിച്ചു കിട്ടിയത് അപമാനം മാത്രം. ആർക്കാരും സഹിക്കാൻ കഴിയില്ല. ഇനി സ്വന്തം ഉമ്മ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് ആദിത്യ പറയുന്നുണ്ട്. അതും കൂടി കേട്ട് നിർത്താം. എന്റെ ലൈഫിൽ എന്റെ വീട്ടിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവണം. ഉമ്മ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വരികയും അങ്ങനെ ആ കയറി വരുന്ന ആ ഒരു വ്യക്തിയെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിക്കുകയും അത് വീടിൻ്റെ ഉള്ളിൽ ബഹളാവും ചെയ്തു. അന്ന് അവൻ ആ വന്ന് കയറിയ വ്യക്തിയല്ല തല്ലിയത്. അവൻ ആ കിടന്നുറങ്ങുന്ന എൻ്റെ ദേഹത്ത് വന്നിട്ട് 4ഓ 5ഓ ചവിട്ട് എൻ്റെ നെഞ്ചത്തും പുറത്തുമായിട്ട് അവൻ ചവിട്ടി. അവൻ ചിന്തിക്കണം, ഈ തള്ള തെറ്റ് ചെയ്യുന്നതിന് അവനെക്കാട്ടും കൂടുതൽ ഈ വീട്ടിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ തള്ള ഞാൻ ഈ സമൂഹത്തോടല്ലേ പള്ളിക്കാരോട് ഇത് പറയുമെന്ന് പറയുമ്പോൾ ഈ തള്ള പറയും ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്താളെന്ന് പറയും. ഞാൻ ആത്മഹത്യ ചെയ്താളും, നീ ആരോടെങ്കിലും ഇത് വെളിയിൽ പറയാൻ ഞാൻ ആത്മഹത്യ ചെയ്താളും, എനിക്ക് ഇങ്ങനെ ഇല്ലാതെ പറ്റത്തില്ലെന്ന്. അങ്ങനെ ചെയ്യല്ലെന്ന് അവരെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. എനിക്കൊരു ജീവിതമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ മക്കളാ, നാട്ടുകാരെ മുന്നിൽ ഞങ്ങളോട് പറയിപ്പിക്കുന്നു. ഈ തള്ളയുടെ കാല് ഞാൻ പിടിച്ചു. ആ തള്ള കേട്ടില്ല. പക്ഷെ അന്ന് ഈ ഇക്കാന്ന് പറയുന്നവൻ ഈ മൈരം മനസ്സിലാക്കിയില്ല. അവനെക്കാട്ടും കൂടുതൽ അനുഭവിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കാരണം കുഞ്ഞിലെ മുതൽ ഏറ്റവും കൂടുതൽ ഇവർ കൂടെ ഉണ്ടായിരുന്ന ഞാനാ. അവനൊക്കെ ഗൾഫിലായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി. ഞാനാണ് അവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവൻ മനസ്സിലാക്കില്ല. ശരി, ഉമ്മ ചെയ്ത തെറ്റിനും അടി കിട്ടിയത് അവനാണ് അല്ലെ. എല്ലാം കൊണ്ട് ദുരന്തമായിട്ടുള്ളൊരു ജീവിതം തന്നെ അല്ലെ. എന്താ ഇപ്പൊ പറയാ. ആദിത്യ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല വീഡിയോകളിലും ജ്യേഷ്ഠന്റെ ഭാര്യയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഇവന്റെ ഉമ്മയുടെയും ജ്യേഷ്ഠന്റെയും അതുപോലെ തന്നെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെയും ഭാഗം കേട്ടാൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു കൂടുതൽ പിക്ചർ നമുക്ക് ലഭിക്കത്തുള്ളൂ. 3 വർഷമായി ആദിത്യ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും റീച്ച് ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്റെ അനുഭവങ്ങളും വീട്ടിലെ കാര്യങ്ങളും സംസാരിച്ച് തുടങ്ങിയതോടെ റീച്ച് കൂടാൻ തുടങ്ങി. അതിനുശേഷം ഇവൻ ഇടയ്ക്കിടെ ഇതേപോലെ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ റീച്ചിന് വേണ്ടി വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണോ എന്ന് അറിയില്ല. പറയുമ്പോ എല്ലാം പറയണല്ലോ. എന്തായാലും ഇവന് പറഞ്ഞ കാര്യങ്ങളുടെ മറ്റൊരു വശം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കേട്ടാൽ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വന്നേനല്ലേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.